ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കൂനും കൊണ്ട് ഒരു ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 പാക്കറ്റ് കൂന എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ കൂനിയും 4 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്നും കൂടി കഴുകി എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലമാവ്, കോൺഫ്ലവർ, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈസ്റ്റേണിൻ്റെ കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ട് നാരങ്ങ നീരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് ഏട്ടനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് കറക്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. ചില്ലി പൗഡർ ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ എരിവ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് കറക്റ്റാക്കി പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂന് അതിലേക്ക് കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൂൺ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കുറച്ച് ഉള്ളിയൊക്കെ വെട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.